വേതന വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 53-ാം ദിവസം പിന്നിടുമ്പോഴാണ് മൂന്നാം വട്ട മന്ത്രിതല ചർച്ച. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പുറമെ മറ്റു ട്രേഡ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് വീണ ജോർജ് ആശാ വർക്കർമാരുമായി വീണ്ടും ചർച്ച നടത്തുന്നത്. ഇന്ന് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച. സമരം ചെയ്യുന്ന ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പുറമെ മറ്റ് ട്രേഡ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഓണറേറിയം കൂട്ടുന്നതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതും അടക്കമുള്ള ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമെടുത്ത് ഉത്തരവിറക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. ഇതിനിടെ ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ CITU ആവശ്യപ്പെടില്ലെന്ന് എളമരം കരീം പ്രതികരിച്ചു. സാധാരണ നിലയിൽ ഒരു ട്രേഡ് യൂണിയൻ ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ സഹപ്രവർത്തകരുമായി കൂടിയാലോചിക്കാറുണ്ട്. ഏത് വിധത്തിലാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്നൊരു ആശയവിനിമയം നടത്താറുണ്ട്. അങ്ങനെ ഒരു ആശയവിനിമയം അവരുമായി നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവർ ഒരു ട്രേഡ് യൂണിയൻ നടത്തുന്ന സമരത്തിന്റെ രീതിയല്ല അതിനുള്ളത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തോട് പോസിറ്റീവ് സമീപനം എടുക്കേണ്ടത് സമരക്കാരാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവരാണ് പോസിറ്റീവാണോ ഇല്ലയോ തീരുമാനിക്കേണ്ടത്. ആര് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. അതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒളിച്ചുകളി നടത്തേണ്ട യാതൊരു കാര്യമില്ല. അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനനുസരിച്ച് കേരള ഗവൺമെന്റ് ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 53-ാം ദിവസവും നിരാഹാര സമരം 15-ാം ദിവസത്തിലേക്കും കടന്നു. നേരത്തെ നടന്ന ഉദ്യോഗസ്ഥതല മന്ത്രിതല ചർച്ചകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.